ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് കേട്ടോ. അതായത് നമ്മുടെ പ്രിലിംസ് എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും. ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ 2026 നടന്നിട്ടുള്ള LGS ലെവലിലുള്ള ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസും എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ അതേ LGS ലെവലിലുള്ള അതേ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. തീർച്ചയായിട്ടും ക്ലാസ് ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. നവജീവൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ്. ആനി ബെസന്റിൻ്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. സമ്പാദ് കൗമുദി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പത്രമാണ്. ഇതിൽ ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. എയും സിയും ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് അല്ലേ. നാഷണൽ ഹെറാൾഡ് ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. നാഷണൽ ഹെറാൾഡ് ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. ആനി ബെസന്റിൻ്റെ പത്രം ഏതാണ്? ന്യൂ ഇന്ത്യയും കോമൺവെൽത്തുമാണ് അല്ലേ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആരുടെയാണ്? ആനി ബെസന്റിൻ്റെ പ്രസിദ്ധമായ പത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തു നിന്ന് നമ്മുടെ പ്രസിദ്ധീകരണങ്ങളും അവയുടെ സ്ഥാപകരെയും നോക്കാം അല്ലേ. ആദ്യം നോക്കാം. രാജാറാം മോഹൻ റോയിയുടെ 2 പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ ആരുടെയാണ്? രാജാറാം മോഹൻ റോയിയുടെ പ്രസിദ്ധീകരണമാണ്. സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ. അതുപോലെ തന്നെ പ്രബുദ്ധ ഭാരതം ഉദ്ബോധൻ ആരുടെയാണ്? സ്വാമി വിവേകാനന്ദൻ്റെയാണ്. പ്രബുദ്ധ ഭാരതം ഉദ്ബോധൻ ആരുടെയാണ്? സ്വാമി വിവേകാനന്ദൻ. ആ വിവേകാനന്ദനെ വെച്ചിട്ട് നമുക്ക് പ്രബുദ്ധം, ഉദ്ബോധനം ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെയാണ് പ്രബുദ്ധ ഭാരതം ഉദ്ബോധൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ ആരുടെയാണ്? ഗാന്ധിജിയുടെയാണ്. സ്ഥിരമായിട്ട് വരുന്നതാണ്. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ ആരുടെ പ്രസിദ്ധീകരണമാണ്? മഹാത്മാ ഗാന്ധിജിയുടെ. കേസരി മറാഠ ആരുടെയാണ്? ബാലഗംഗാധര തിലകൻ്റെയാണ്. കേസരി മറാത്ത ആരുടെയാണ്? ബാലഗംഗാധര തിലക്. ബഹിഷ്കൃത ഭാരതും മൂക് നായകും ആരുടെയാണ്? ഡോക്ടർ BR അംബേദ്കറിൻ്റെ പ്രസിദ്ധീകരണമാണ്. ബഹിഷ്കൃത ഭാരത് മൂക് നായക ആരുടെയാണ്? ഡോക്ടർ BR അംബേദ്കർ. ഞാൻ മൂകനായ അംബേദ്കർ എന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ട്. അപ്പോൾ ആരുടെയാണ്? ബഹിഷ്കൃത ഭാരത് മൂക് നായക് ആരുടെയാണ്? ഡോക്ടർ BR അംബേദ്കർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് നമ്മളിപ്പോൾ പറഞ്ഞു ആരുടെയാണ്? ആനി ബെസന്റിൻ്റെ പ്രസിദ്ധീകരണമാണ്. കോമ്രേഡ് ആരുടെയാണ്? മൗലാന മുഹമ്മദ് അലിയുടെയാണ് അല്ലേ. കോമ്രേഡ് ആരുടെയാണ്? മൗലാന മുഹമ്മദ് അലി. ജി സുബ്രഹ്മണ്യ അയ്യരുടെ 2 പ്രസിദ്ധീകരണങ്ങളാണ് ദ ഹിന്ദു, സ്വദേശമിത്രം. ദ ഹിന്ദു, സ്വദേശമിത്രം എന്ന് പറയുന്നത് ആരുടെയാണ്? ജി സുബ്രഹ്മണ്യ അയ്യരുടെ പ്രസിദ്ധീകരണമാണ്. ബംഗാളി ഗസറ്റ് ആര് സ്ഥാപിച്ചതാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. സ്ഥിരമായിട്ട് ചോദ്യം വരുന്നതാണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടെ പ്രസിദ്ധീകരണം ഏതാണ്? ബംഗാളി ഗസറ്റാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലാണെങ്കിൽ അരവിന്ദാഘോഷിൻ്റെ പ്രസിദ്ധീകരണമാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലാണെങ്കിൽ ആരുടെയാണ്? അരവിന്ദാഘോഷിൻ്റെ പത്രമാണ്. കൽക്കട്ട ഗസറ്റ് ആരുടെയാണ്? ഹെൻറി വിവിയൻ ഡെറോസിയോ. കൽക്കട്ട ഗസറ്റ് ആരുടെയാണ്? ഹെൻറി വിവിയൻ ഡെറോസിയോയുടെ പ്രസിദ്ധീകരണമാണ് കൽക്കട്ട ഗസറ്റ്. ലീഡർ ആരുടെയാണ്? ലീഡർ മദൻ മോഹൻ മാളവ്യ. ലീഡറായ മാളവ്യ അല്ലേ. മദൻ മോഹൻ മാളവ്യയുടെയാണ് ഏത് എന്ന് പറയുന്നത്? ലീഡർ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം. വോയിസ് ഓഫ് ഇന്ത്യ രസ്തു ഗോഫ്താർ ആരുടെയാണ്? ദാദാബോയ് നവറോജിയുടെയാണ്. വോയിസ് ഓഫ് ഇന്ത്യ രാസ്തു ഗോഫ്താർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസിദ്ധീകരണം ആരുടെ തന്നെയാണ്? ദാദാബായ് നവറോജിയുടെയാണ്. അൽ ഹിലാൽ ആരുടെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പ്രസിദ്ധീകരണമാണ് അൽ ഹിലാൽ എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ നമ്മൾ പറഞ്ഞു നാഷണൽ ഹെറാൾഡ്. നേഷൻ ആരുടെയാണ്? ഗോഖലെയുടെയാണ്. നേഷൻ ആരുടെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പ്രസിദ്ധീകരണമാണ് നേഷൻ എന്ന് പറയുന്നത്. വന്ദേ മാതരം ഇംഗ്ലീഷിൽ ആരുടെയാണ്? ബിപിൻ ചന്ദ്രപാലിൻ്റെ പ്രസിദ്ധീകരണമാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലാണെങ്കിൽ അത് ബിപിൻ ചന്ദ്രപാലിൻ്റെ പ്രസിദ്ധീകരണവും വന്ദേ മാതരം ഉറുദുവിലാണെങ്കിൽ അത് ലാലാ ലജ്പത് റായിയുടെ പ്രസിദ്ധീകരണമാണ് കേട്ടോ. വന്ദേ മാതരം ഇംഗ്ലീഷിലാണെങ്കിൽ ബിപിൻ ചന്ദ്രപാലും വന്ദേ മാതരം ഉറുദുവിലാണെങ്കിൽ അത് ലാലാ ലജ്പത് റായിയുടെ പ്രസിദ്ധീകരണമാണ്. ഇനി വെറും വന്ദേ മാതരം ആണെങ്കിലോ അതാരുടെയാണ്?
അരവിന്ദ് ആഘോഷിൻ്റെ ആണ് അല്ലേ. വെറും വന്ദേ മാതരം ആണെങ്കിൽ അരവിന്ദ് ആഘോഷ്, വന്ദേ മാതരം ഇംഗ്ലീഷിലാണെങ്കിൽ ബിപിൻ ചന്ദ്രപാൽ, വന്ദേ മാതരം ഉറുദുവിലാണെങ്കിൽ ലാലാ ലജ്പത് റായി. ബോംബെ സമാചാർ ആരുടെ പത്രമാണ്? ഫർദുൻജി മർസ്ബാൻ ചോദിക്കുന്നതാണ്. ബോംബെ സമാചാർ ആരുടെയാണ്? ഫർദുൻജി മർസ്ബാൻ. ഷോം പ്രകാശ് ആരുടെയാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പ്രസിദ്ധീകരണമാണ് ഷോം പ്രകാശ് എന്ന് പറയുന്നത്. ഇതിൽ അറിയുന്ന പ്രസിദ്ധീകരണങ്ങളെല്ലാം വിടുക, അറിയാത്ത പ്രസിദ്ധീകരണങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പഠിച്ചിട്ട് പോവാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്? എവിടെ നിന്നാണ് നമ്മൾ മൗലികാവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി US ഭരണഘടനയിൽ നിന്നാണ് അല്ലേ. അപ്പം നമുക്ക് രാജ്യങ്ങളും നമ്മളെ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളെയും പരിചയപ്പെടാം. ബ്രിട്ടൻ എന്ന ഏതൊക്കെ ആശയങ്ങളാണ് കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടൻ ഏക പൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ടുകൾ, തെരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്വം, സ്പീക്കർ, CAG. ഇത്രയുമാണ് ബ്രിട്ടൻ എന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങളെന്ന് പറയുന്നത്. ഒന്നും കൂടെ നോക്കിയാലോ, ഏതൊക്കെയാണ്? ഏക പൗരത്വം, എൻ്റെ കൂടെ പറഞ്ഞോളൂ കേട്ടോ. നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ടുകൾ, തെരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്വം, സ്പീക്കർ, CAG. ഇത്രയും എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഇനി നമുക്ക് നോക്കാം USA എന്ന് എന്തൊക്കെയാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നതെന്ന്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് മൗലികാവകാശങ്ങളും ആമുഖവും. മൗലികാവകാശങ്ങൾ ആമുഖം എവിടുന്ന് കടം കൊണ്ടിരിക്കുന്നു? USA നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. അടുത്തതാണ് ജുഡീഷ്യൽ റിവ്യൂ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ലിഖിത ഭരണഘടന, വൈസ് പ്രസിഡന്റ്. ഇത്രയും ആശയങ്ങൾ നമ്മൾ USA എന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. ഇനി അവശിഷ്ടാധികാരം, ഫെഡറൽ സംവിധാനം, യൂണിയൻ, സ്റ്റേറ്റ് ലിസ്റ്റുകൾ. ഇത്രയും എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? കാനഡയിൽ നിന്നാണ് കേട്ടോ. കാനഡയിൽ നിന്നാണ് അവശിഷ്ടാധികാരവും ഫെഡറൽ സംവിധാനവും യൂണിയൻ, സ്റ്റേറ്റ് ലിസ്റ്റുകളും നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. ഇനി അയർലൻഡിൽ നിന്ന് എന്തൊക്കെയാണ് കടം കൊണ്ടിരിക്കുന്നത്? സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. മാർഗനിർദ്ദേശങ്ങൾ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണ്? അയർലൻഡാണ്. പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്. ഇത്രയും ആശയങ്ങൾ, ഈ 3 ആശയങ്ങൾ നമ്മൾ എവിടുന്ന് കടമെടുത്തു? അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഇനി നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള നിയമത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുണ്ട്. അതും നമ്മൾ പഠിക്കണേ. അടിയന്തരാവസ്ഥ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഗവർണർ പദവി, ഫെഡറൽ കോടതി. ഇത്രയും നമ്മൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് കടം കൊണ്ടിരിക്കുന്നതാണ്. മറന്നു പോകരുതേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് ആ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. അടുത്ത ചോദ്യം നോക്കാവേ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടെയാണ്? കുമാര ഗുരുദേവൻ്റെ ആണല്ലേ. അല്ലെങ്കിൽ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? പൊയ്കയിൽ യോഹന്നാൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അല്ലേ. കുമാര ഗുരുദേവൻ എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? പൊയ്കയിൽ യോഹന്നാൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച സാമൂഹ്യ സംഘടന ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്. അപ്പം നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് നോക്കാം. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടന ഏതാണ്? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അല്ലെങ്കിൽ SNDP. വർഷം ഓർത്തിരിക്കണേ, 1903 ഇമ്പോർട്ടൻ്റ് വർഷമാണ്. SNDPയുടെ വർഷം എന്നാണ്? 1903. 1903 SNDP. ആര് സ്ഥാപിച്ചു? ശ്രീനാരായണ ഗുരു. അടുത്തത് ദൈവപ്രകാശ സഭ ആരുടെയാണ്? തൈക്കാടയ്യ. ദൈവപ്രകാശ സഭ ആരുടെയാണ്? തൈക്കാടയ്യ. സമത്വ സമാജം 1836 സമത്വ സമാജം നമ്മുടെ എക്സാമുകളിൽ സ്ഥിരമായിട്ട് വരുന്നത് ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെയാണ് അല്ലേ. സമത്വ സമാജം ആരുടെയാണ്? 1836 സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. സാധുജന പരിപാലന സംഘം ആര് സ്ഥാപിച്ചു? അയ്യങ്കാളി. വില്ലുവണ്ടി യാത്രയൊക്കെ നടത്തിയിട്ടുള്ള അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. വർഷം എത്രയാണ്? 1907. 1903 SNDPയും 1907 സാധുജന പരിപാലന സംഘവും സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് സമത്വ സമാജം അല്ലേ 1836.
അടുത്തതാണ് 1917 രൂപീകരിച്ച ആത്മവിദ്യാ സംഘം. ആരുടെ സംഘടനയാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യ ആരുടെയാണ്? ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. 1917 രൂപീകരിച്ച ആത്മവിദ്യാ സംഘം ആരുടെയാണ്? വാഗ്ഭടാനന്ദൻ്റെ. അടുത്തതാണ് 1918 സ്ഥാപിതമായിട്ടുള്ള ആനന്ദ മഹാസഭ. ആരുടെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ്. 1918 രൂപീകരിച്ച ആനന്ദ മഹാസഭ അല്ലെ, ആനന്ദൻ. ഓക്കെ അല്ലേ? സഹോദര സംഘം, നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാവുന്ന ആരുടെയാണ്? സഹോദരൻ അയ്യപ്പൻ്റെയാണ് അല്ലേ. സഹോദര സംഘം ആരുടെയാണ്? സഹോദരൻ അയ്യപ്പൻ്റെയാണ്. അതുപോലെ തന്നെ CMI CMC അമലോദ്ഭവ ദാസ സംഘം ആരുടെയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെയാണ്. CMI CMC അതുപോലെ തന്നെ അമലോദ്ഭവ ദാസ സംഘം. NSSൻ്റെ സ്ഥാപകൻ ആരാണ്? മന്നത്ത് പത്മനാഭൻ. വർഷം ഓർത്തിരിക്കുക, 1914 നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSS മന്നത്ത് പത്മനാഭൻ രൂപീകരിക്കുന്നത് കേട്ടോ. ഓർത്തിരിക്കണേ, മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSS രൂപീകരിക്കുന്നത് എന്നാണ് 1914. ഏറ്റവും കൂടുതൽ സഭകളൊക്കെ രൂപീകരിച്ചിട്ടുള്ളത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് അല്ലേ. ഏതൊക്കെയാണ്? കല്യാണദായിനി സഭ, ജ്ഞാനോദയം സഭ, സുധർമ്മ സൂര്യോദയ സഭ, അദ്വൈത വംശോദ്ധാരിണി സഭ, അദ്വൈത സമാജം, അഖില കേരളീയ അരയ മഹാസഭ. ഇത്രയും ആരുടെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കല്യാണദായിനി സഭ, അതുപോലെ തന്നെ അദ്വൈതം വംശോദ്ധാരിണി സഭ, അതുപോലെ തന്നെ ജ്ഞാനോദയം സഭ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന സഭകളാണ് കേട്ടോ. ഈഴവ അസോസിയേഷൻ ആര് രൂപീകരിച്ചതാണ്? TK മാധവൻ്റെയാണ് കേട്ടോ. ഈഴവ അസോസിയേഷൻ ആരുടെയാണ്? TK മാധവൻ. തിരുവിതാംകൂർ ചേരമർ മഹാസഭ ആരുടെയാണ്? പാമ്പാടി ജോൺ ജോസഫ്. ചോദിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന ആരുടെയാണ്? പാമ്പാടി ജോൺ ജോസഫ്. കേരള പുലയ മഹാസഭ ആരുടെയാണ്? PK ചാത്തൻ മാസ്റ്റർ. കേരള പുലയ മഹാസഭ ആരുടെയാണ്? PK ചാത്തൻ മാസ്റ്റർ. അരയവംശ പരിപാലന യോഗം ആരുടെയാണ്? ഡോക്ടർ വേലുക്കുട്ടി അരയൻ. അരയവംശ പരിപാലന യോഗം എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന ആരുടെയാണ്? വേലുക്കുട്ടി അരയൻ്റെയാണ്. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ആര് രൂപീകരിച്ചു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് രൂപീകരിച്ചത്. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ആരുടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ആരുടെയാണ്? ഡോക്ടർ പൽപ്പു. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ആരുടെയാണ്? ഡോക്ടർ പൽപ്പു. ഈഴവ അസോസിയേഷൻ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. TK മാധവന് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈഴവ അസോസിയേഷൻ ആരുടെയാണ്? TK മാധവൻ. ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാണ്? ഡോക്ടർ പൽപ്പുവിൻ്റെയാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ ഈ സംഘടനകളും അതിൻ്റെ സ്ഥാപകരെയും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോണേ. ഇതൊരു റിവിഷൻ പോലെയാണ് കേട്ടോ ഞങ്ങൾക്ക് തന്നത്. എല്ലാം ഒന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അധികം ദിവസമില്ലല്ലോ. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏതാണ്? പാവൽ വിത്തിനം ആ ഒരു ഭാഗത്തുനിന്ന്, കാർഷിക ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗത്തുനിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ സങ്കര ഇനങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി പ്രിയങ്കയാണ് കേട്ടോ. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത പാവൽ വിത്തിനം ഏതാണ്? പ്രിയങ്ക. നെല്ല് ഏതൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണി, ജയ. ഇതെല്ലാം ഏതിൻ്റെയാണ്? നെല്ലിൻ്റെ സങ്കരയിനങ്ങളാണ് കേട്ടോ. നെല്ലിൻ്റെ സങ്കരയിനങ്ങളാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണി മുതലായവ. അടുത്തത് ഹരിത, സൂര്യ, ശ്വേത, അർക്ക, വിശാൽ. ഏതിൻ്റെയാണ്? വഴുതനങ്ങയുടെ സങ്കരയിനങ്ങളാണ് കേട്ടോ. വഴുതനങ്ങയുടെ സങ്കരയിനങ്ങൾ ഏതൊക്കെയാണ്? ഹരിത, സൂര്യ, ശ്വേത, അർക്ക, വിശാൽ. ഇതൊരു പരസ്യം ഉണ്ടായിരുന്നല്ലോ അല്ലേ, ഈ ഹരിത വിമല എന്ന് പറഞ്ഞിട്ട് കുറേ ട്രോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ റീലുകളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹരിത, സൂര്യ, ശ്വേത, അർക്ക, വിശാൽ ആരുടെയാണ്? ഏതിൻ്റെ സങ്കരയിനങ്ങളാണ്? വഴുതനങ്ങയുടെ സങ്കരയിനങ്ങളാണ്. തെങ്ങിൻ്റെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. തെങ്ങിൻ്റെ മുഴുവനായിട്ട് പഠിക്കണേ. ലക്ഷഗംഗ, അനന്തഗംഗ, ഗംഗാബോന്തം, ചന്ദ്രശങ്കര, മലയൻ ദ്വാർഫ്, ചാവക്കാട് കുള്ളൻ. ഇത്രയും ഏതിൻ്റെയാണ്? തെങ്ങിൻ്റെ സങ്കരയിനങ്ങളാണ്.
ലക്ഷഗംഗ, അനന്തഗംഗ, ഗംഗാബോന്തം, ചന്ദ്രശങ്കര, മലയൻ ഡ്വാർഫ്, ചാവക്കാട് കുള്ളൻ. പയറിൻ്റെ ആണെങ്കിലോ അത് ഒറ്റയടിക്ക് അങ്ങ് പഠിക്കാം. ലോലമാലിക ഭാഗ്യലക്ഷ്മി പയർ. ലോലമാലി ഭാഗ്യ പയർ. ഓക്കെ, ലോലമാലി ഭാഗ്യ പയർ. വെണ്ടയുടെ ആണെങ്കിലോ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി എന്തിൻ്റെയാണ്? വെണ്ടയുടെ സങ്കരയിനങ്ങളാണ് കേട്ടോ. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി എന്നിവ എന്തിൻ്റെയാണ്? വെണ്ടയുടെ സങ്കരയിനങ്ങളാണ്. ഒരു 3 എണ്ണം ഒന്നിൻ്റെ കൊടുത്തിട്ട് 4ാമത്തേൻ്റെ വേറൊന്നിൻ്റെ കൊടുത്താൽ നമ്മൾ എന്താണ് പെട്ടുപോകും. അപ്പോൾ എല്ലാം നല്ല വൃത്തിയിൽ പഠിക്കുക. മുളകിൻ്റെ ആണെങ്കിലോ മുളകിൻ്റെ ഒക്കെ നമുക്ക് എന്താണ്, മുളക് കഴിച്ചു കഴിഞ്ഞാൽ വായന തീ വരും, അങ്ങനെ ആലോചിക്കുക. അപ്പോൾ എല്ലാം ജ്വാലയായിട്ട് കണക്റ്റഡ് ആണ്. ഉജ്ജ്വല, ജ്വാലാമുഖി, ഭാഗ്യലക്ഷ്മി. ഉജ്ജ്വല, ജ്വാലാമുഖി, ഭാഗ്യലക്ഷ്മി എന്തിൻ്റെയാണ്? മുളകിൻ്റെ സങ്കരീനങ്ങളാണ് കേട്ടോ. തക്കാളിയുടെയോ ചോദിക്കാറുണ്ട്. മുക്തി, മനുലക്ഷ്മി, അക്ഷയ, ശക്തി. മുക്തി, അക്ഷയ, മനുലക്ഷ്മി, ശക്തി മുതലായവ എന്തിൻ്റെയാണ്? തക്കാളിയുടെ സങ്കരീനങ്ങളാണ്. മറന്നു പോകരുതേ. ഇനി ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു 3 എണ്ണം. ഏതൊക്കെയാണ്? ക്യാബേജിൻ്റെ സങ്കരീനം ഹരിറാണി. ക്യാബേജിൻ്റെ സങ്കരീനം ഏതാണ്? ഹരിറാണി. കൂണിൻ്റെ സങ്കരീനമാണ് ഭീമ എന്ന് പറയുന്നത്. കൂണിൻ്റെ സങ്കരീനം ഏതാണ്? ഭീമ. തണ്ണിമത്തൻ്റെയോ സ്വർണ്ണ ശോണിമ. സ്വർണ്ണ ശോണിമ ഏതിൻ്റെയാണ്? തണ്ണിമത്തൻ്റെ സങ്കരീനമാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് മുഴുവനും പഠിച്ചിട്ട് പോണേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. ഇത് നമ്മുടെ ഈ 2026 നടന്നിട്ടുള്ള ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻസും ഇതെല്ലാം 2027 നടന്ന നമ്മുടെ LGS ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഫുള്ള് പദ്ധതികളാണ്. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആർദ്ര മിഷൻ ആണ് അല്ലേ. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആർദ്ര മിഷനാണ്. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനിയാണ് അല്ലേ. മോഹൻലാൽ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള മൃതസഞ്ജീവനിയാണ് അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കി വരുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ അനുയാത്രയാണ്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? അനുയാത്രയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ബാക്കി കൊടുത്തിട്ടുള്ള ഈ ഓപ്ഷനുകൾ ഉണ്ടല്ലോ, അതത്രയും നമുക്കങ്ങ് പഠിച്ചു പോകാം കേട്ടോ. ആ പദ്ധതികൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ആരോഗ്യക്ഷേമ പദ്ധതികൾ നമ്മൾ ക്ലാസ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് ആരോഗ്യക്ഷേമ പദ്ധതികൾ നമ്മൾ ചോദിച്ചിട്ടുള്ളതും എല്ലാതും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് കാണാത്തവരുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ട് കണ്ടിട്ട് പോകാം കേട്ടോ. 1 മാർക്ക് എങ്ങാനും നമുക്ക് വന്നു കഴിഞ്ഞാൽ 1 മാർക്ക് നമുക്ക് കിട്ടുവേ. ഞാനത് ഐ ബട്ടണിൽ കൊടുത്തേക്കാം കേട്ടോ. താലോലം എന്ത് പദ്ധതിയാണത്? വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, ലേണിംഗ് വൈകല്യം, തലാസിമിയ, സിക്കിൾ സെൽ അനീമിയ, ജന്മനായുള്ള വൈകല്യങ്ങൾ ഇതെല്ലാം തുടക്കത്തിലെ മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഈ വൈകല്യങ്ങൾ മാരക രോഗങ്ങളായിട്ട് പറയുന്നത്? വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, ലേണിംഗ് വൈകല്യം, തലാസിമിയ, സിക്കിൾ സെൽ അനീമിയ, ജന്മനായുള്ള വൈകല്യങ്ങൾ. ഇത്രയും മാരക രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? താലോലമാണ്. താലോലം പദ്ധതി. സാമ്പത്തിക സഹായം എത്രയാണ്? 50,000 രൂപയാണ് കേട്ടോ. സാമ്പത്തിക സഹായമായിട്ട് ലഭിക്കുന്നത് എത്രയാണ്? 50,000 രൂപയാണ്. സ്നേഹസ്വാന്തനം എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നതിന് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിതർ, വികലാംഗർ, കിടപ്പിലായവർ എന്നിവർക്കാണ്. എൻഡോസൾഫാൻ ബാധിത കുടുംബങ്ങളിലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായവും ഈ സ്നേഹസ്വാന്തനം പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. ഓർത്തിരിക്കുക കേട്ടോ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെച്ചോളൂ കേട്ടോ. എൻഡോസൾഫാൻ ബാധിത കുടുംബങ്ങളിലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായവും എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹസ്വാന്തനം പദ്ധതി ഉറപ്പ് നൽകുന്നുണ്ട് അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നുണ്ട്.
അപ്പോൾ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? സ്നേഹസ്വാന്തനം എന്ന് പറയുന്നത്. എന്താണ് അതിജീവനം? ഭിന്നശേഷിക്കാരായ വ്യക്തികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ പുനരധിവാസത്തിനുമായി രൂപീകരിച്ച ഒരടിസ്ഥാന പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? അതിജീവനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും കൃത്യമായ തൊഴിൽ പരിശീലനവും നൈപുണ്യ വികസനവും നൽകി അവരെ സ്വയം പര്യാപ്തമാക്കുകയാണ് ഈ അതിജീവനം എന്ന പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ അതിജീവനം എന്തിനു വേണ്ടിയിട്ടാണ്? ഭിന്നശേഷിക്കാരായ വ്യക്തികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ പുനരധിവാസത്തിനായിട്ട് രൂപീകരിച്ചൊരു അടിസ്ഥാന പദ്ധതി കൂടിയാണ് എന്ത് എന്ന് പറയുന്നത്? അതിജീവനം എന്ന് പറയുന്നത്. മൃതസഞ്ജീവനി എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. സ്നേഹസ്പർശം പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കൗമാരക്കാരായ അവിവാഹിതരായ അമ്മമാരിൽ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട അപകടങ്ങളുടെയും മരണത്തെയും ശതമാനം കൂടുന്നത് കണക്കിലെടുത്ത് അവരെ സംരക്ഷിക്കാനും സഹായിക്കാനും വേണ്ടിയുള്ള സർക്കാർ പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? സ്നേഹസ്പർശം എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? കൗമാരക്കാരായ അവിവാഹിതരായ അമ്മമാരിൽ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട അപകടങ്ങളുടെയും മരണത്തിൻ്റെയും ശതമാനം കൂടുന്നത് കണക്കിലെടുത്ത് അവരെ സംരക്ഷിക്കാനും സഹായിക്കാനും വേണ്ടിയിട്ടുള്ള സർക്കാർ പദ്ധതിയാണ് സ്നേഹസ്പർശം എന്ന് പറയുന്നത്. കാരുണ്യ എന്താണ്? കാരുണ്യ ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? കാരുണ്യ എന്ന് പറയുന്നത്. ആശ്രയ എന്താണ്? ആശ്രയ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള സ്വന്തമായി ജീവിക്കാൻ മാർഗമില്ലാത്ത അങ്ങേയറ്റം ദരിദ്രരും അനാഥരുമായ കുടുംബങ്ങളെയും വ്യക്തികളെയും കണ്ടെത്തി അവർക്ക് പൂർണ്ണമായ സംരക്ഷണവും പുനരധിവാസവും ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത് കേട്ടോ. ആശ്രയ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഇവിടെ എന്ത് പദ്ധതി വന്നിട്ടും ഒരു കാര്യമില്ല. അർഹതപ്പെട്ടവർക്ക് അത് കിട്ടുന്നുണ്ടോയെന്ന് ഭയങ്കര സംശയമാണ്. കാരണം ഞാനൊരു പേജ് കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. ഒരു ടോണി അച്ചായൻ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി, അദ്ദേഹം ഒരുപാട് സഹായിക്കുന്നുണ്ട്. അവർ ഈ സഹായിക്കുന്നവരെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അർഹതപ്പെട്ടവരാണ്. കാരണം അത്രയും വീട് ഇല്ലാതെ ഒരു ഷീറ്റ് പോലെ കെട്ടിയിട്ട് അങ്ങനെയൊക്കെ താമസിക്കുന്നവർക്കാണ് അദ്ദേഹം ഒരുപാട് ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഒരുപാട് അദ്ദേഹം ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതിയിലൂടെയൊക്കെ അവരെയാണ് ശരിക്കും മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. പക്ഷേ ഈ പദ്ധതികളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോഴും ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ കഷ്ടപ്പെടുന്നവർ. അപ്പോൾ ഈ പദ്ധതിയൊക്കെ എവിടെയാണ് എത്തുന്നത് എന്ന് ചോദിച്ചാൽ അറിയില്ല. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണോ കുറേ പദ്ധതികൾ ഉണ്ടാക്കുന്നത് തന്നെ സംശയമാണ്. തിരിച്ചു വരാം. ഒരു കുടുംബം മരിച്ചത് ഭയങ്കരമായിട്ടൊരു നോവായിപ്പോയി. ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളും മരിച്ചത്. ഇത്രയും പദ്ധതികളും ഇത്രയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിനെ പറയല്ല, പക്ഷേ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും വേണ്ടിയിട്ട് പറയുമ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരുപാട് സഹായങ്ങളും എല്ലാം എവിടെ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള മരണങ്ങൾ കാണുമ്പോൾ അതൊക്കെ എവിടെയാണ് എത്തുന്നത് എന്നൊരു സംശയമാണ്. ഒരുപാട് സങ്കടമായിപ്പോയി ആ ഒരു ന്യൂസ് കേട്ടതിന് ശേഷം. ആ 2 മക്കളുടെ കാര്യം കൂടെ ആലോചിച്ചപ്പോൾ ആകെ ഒരുപാട് സങ്കടപ്പെട്ടു ഞാൻ. ശരിക്കും ഭയങ്കര ഒരു ടച്ചിങ് ആയിപ്പോയി അവരുടെ സ്റ്റോറി. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോലും പോയതെന്നൊക്കെയാണ് പറയണത്. പക്ഷെ ഒരു ദൈവം അവർക്ക് മുന്നിൽ വന്നില്ല എന്നുള്ളതാണ്. തിരിച്ചു വരാം. എവിടെയാണ് പറഞ്ഞത്? ആശ്രയ അല്ലേ? സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള സ്വന്തമായി ജീവിക്കാൻ മാർഗമില്ലാത്ത അങ്ങേയറ്റം ദരിദ്രരും അനാഥരുമായ കുടുംബങ്ങളെയും വ്യക്തികളെയും കണ്ടെത്തി അവർക്ക് പൂർണ്ണമായ സംരക്ഷണവും പുനരധിവാസവും ഉറപ്പാക്കുക എന്നതാണ് എന്തിൻ്റെ ലക്ഷ്യം? ആശ്രയ എന്ന പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നമുക്ക് ചുറ്റുമുള്ളവരെ, നമ്മളിപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്നവരാണെങ്കിൽ ഇടയ്ക്കൊന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാവും. ഒന്നിനുമല്ല, നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഡെയിലി കണ്ട് ലാസ്റ്റ് പെട്ടെന്നൊരു ദിവസം അവർ ഇതേപോലെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് മറക്കാൻ പറ്റില്ല. ഈ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവർ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അവരുടെ അവസ്ഥ എവിടെയും പറയുന്നുണ്ടാവില്ല. പക്ഷെ അത് നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറം ഒന്നും പോയിട്ട് വർത്താനം പറയുക, മിണ്ടുക, ഇതൊക്കെ. ഇപ്പോൾ കൂടുതലും ആൾക്കാർ സ്വന്തം റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. പക്ഷേ ഒന്ന് അപ്പുറം എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസമൊക്കെ വരുന്ന ദിവസങ്ങളിലെങ്കിലും അപ്പുറം ഉള്ളവരൊക്കെ പോയിട്ട്
എന്തെങ്കിലും നമ്മളെ കഴിയുന്നത് കൊണ്ട് ഇപ്പോൾ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ശരി പോയിട്ട് നമ്മൾ കൊടുക്കുക, അതൊരു സന്തോഷം. വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് ആശ്രയ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പ്രധാന ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? താഴെ പറയുന്ന വിഭാഗങ്ങളിൽ അതിദരിദ്രരായ കുടുംബങ്ങളെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഏതൊക്കെയാണ്? സംരക്ഷിക്കാൻ ആരുമില്ലാത്ത വയോധികർ, മാരകമായ രോഗങ്ങൾ ബാധിച്ചവരോ കടുത്ത ഭിന്നശേഷിയുള്ളവരോ ആയ അംഗങ്ങളുള്ള കുടുംബങ്ങൾ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുള്ള കുടുംബങ്ങൾ, അനാഥരും വിധവകളുമായുള്ള സ്ത്രീകൾ നയിക്കുന്ന കുടുംബങ്ങൾ, സ്വന്തമായി ഭൂമിയോ വീടോ വരുമാന മാർഗങ്ങളോ ഇല്ലാത്തവർ. അപ്പോൾ ഇത്രയുമാണ് ഈ കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ് ഈ ആശ്രയ എന്ന് പറഞ്ഞ പദ്ധതിക്ക് ഗുണഭോക്താക്കളായിട്ട് പറയുന്നത് കേട്ടോ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും ഒക്കെ വഴിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ഗ്രാമപഞ്ചായത്തുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇവിടെ എനിക്കത് പറയുമ്പോൾ ഈ ആശാ വർക്കർമാരെയാണ് ഓർമ്മ വരുന്നത്. നമ്മൾ ഈ ഓരോ സ്ഥലത്ത് കുട്ടികൾക്കൊക്കെ ഇന്നതുപോലെ ഏറ്റു അല്ലെങ്കിൽ കുട്ടികൾ ഇന്നതുപോലെ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവരൊക്കെ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നാണ്. ഈ ആശാ വർക്കർമാരെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഏരിയയിലുള്ള കുട്ടികളെയൊക്കെ അവർ നോക്കണം അല്ലേ, കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട. അവർ ഇനിയിപ്പോൾ വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ പോയിട്ട് അന്വേഷിക്കേണ്ട ഒരു കടമ അവർക്കുണ്ട്. പക്ഷെ ഇപ്പോൾ എന്താണ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അംഗൻവാടിയിലുള്ളവരെ ഫുള്ള് നമ്പർ എടുത്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഒരു ഗ്രൂപ്പിലാണ് പിന്നെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. ഇന്ന സാധനങ്ങൾ വന്നിട്ടുണ്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ കുത്തിവെപ്പ് ഇന്ന ദിവസങ്ങളുണ്ട്, കുത്തിവെപ്പ് എടുത്തവർ ഇതിൽ അറിയിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെവിടെ എത്തുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് കുട്ടികളെ ചിലപ്പോൾ ഇവർക്ക് കണ്ടെത്താൻ കഴിയും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കുട്ടികളെ കാണുന്നതിലൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെ സമ്മതിക്കുന്നില്ല ഇതെടുക്കുക, ആ കുട്ടികളെ നമുക്ക് കാണാനെങ്കിലും പറ്റുമല്ലോ. അപ്പം നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്താണ് കുട്ടി അവിടെ അനുഭവിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് താഴേക്കിടയിലുള്ള ആൾക്കാരെയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരുടെ ഏരിയയിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ അതിനൊന്നും മുതിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പറഞ്ഞ് എവിടെയോ പോയി, നമ്മുടെ എക്സാം ഇങ്ങ് അടുത്ത് വരുന്നു. ഇനി എന്താണ് അനുയാത്ര എന്ന് പറയുന്നത്? എന്താണ്? ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? അനുയാത്ര എന്ന് പറയുന്നത്. സാമൂഹ്യനീതി വകുപ്പും കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വൈകല്യങ്ങൾ നേരെ കണ്ടെത്തൽ, പുനരധിവാസം, വിദ്യാഭ്യാസം, തൊഴിൽ, അവബോധം എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. അനുയാത്രയൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സ്പെക്ട്രം എന്താണ്? ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത് കേട്ടോ. സ്പെക്ട്രം ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ്. സ്നേഹക്കൂട് എന്താണ്? സ്നേഹക്കൂട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് എന്ന് പറയുന്നത്. ഇതിപ്പോൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി. സ്നേഹക്കൂട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സ്നേഹക്കൂടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ PYQ വിത്ത് റിലേറ്റഡ് ഫാക്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് എന്തോ അതങ്ങനെ വന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോകട്ടെ. പ്രത്യേകിച്ച് ആ കടം എടുത്തിരിക്കുന്നതുണ്ടല്ലോ, ഇത് നമ്മുടെ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങൾ ഓരോ രാജ്യത്തു നിന്നും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിതിൽ ലിസ്റ്റുകൾ പറഞ്ഞു അല്ലേ, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്നാണ് പറഞ്ഞു. കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ടല്ലോ, കൺകറൻറ്റ് ലിസ്റ്റ് അതെവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ആശയം എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഓസ്ട്രേലിയയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി അതെവിടെ നിന്നാണ്? ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കേട്ടോ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഇനി അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളും എവിടെ നിന്നാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസിൽ നിന്നാണ് കേട്ടോ. ഫ്രാൻസിൽ നിന്നാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അതുപോലെ തന്നെ റിപ്പബ്ലിക് ഇതും എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്?
ഫ്രാൻസ് എന്നാണ് കേട്ടോ. സ്വാതന്ത്ര്യ, സമത്വ, സാഹോദര്യം, റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് മുന്നേ, അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന ആശയം അതെവിടെ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ് കേട്ടോ. കടം കൊണ്ടിരിക്കുന്നത് ജർമ്മനിയിൽ നിന്ന്. അല്ലെങ്കിൽ വെയ്മർ എന്ന് പറഞ്ഞിട്ടും കാണാം. വെയ്മർ ഭരണഘടന എന്ന് പറഞ്ഞിട്ടും കാണാം കേട്ടോ. അത് എന്ത് തന്നെയാണ്? ജർമ്മനി തന്നെയാണ് കേട്ടോ. വെയ്മർ ഭരണഘടന അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ജർമ്മനി അല്ലെങ്കിൽ വെയ്മർ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും കൂടെ കൂട്ടിയിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സുമായിട്ട് കാണാവേ. താങ്ക്